രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയത്തിൽ പ്രതിരോധത്തിലായി CPM സംസ്ഥാന നേതൃത്വം. പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. രക്തസാക്ഷി ഫണ്ടടക്കം നേതാക്കൾ വെട്ടിച്ചു എന്നതാണ് ആരോപണം. എന്നാൽ പാർട്ടി അന്വേഷണ കമ്മീഷനുകൾ പരിശോധിച്ച വിഷയം വീണ്ടും ചർച്ചയാക്കേണ്ടതില്ല എന്നതാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. CPM സംസ്ഥാന നേതൃയോഗം തലസ്ഥാനത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ വിവാദം വീണ്ടും കത്തിക്കേറുന്നത്. ദിഷ്ണ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ദിഷ്ണ, ഇന്നിപ്പോൾ CPM സംസ്ഥാന നേതൃയോഗം അടുത്ത രണ്ടാം ദിവസം തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിരുവനന്തപുരത്തുണ്ട്. ഈ യോഗങ്ങൾക്കകത്ത് ഈ വിഷയം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? എന്തായാലും ഈ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ തട്ടിയിരിക്കുകയാണ് CPMന്റെ MLA-മാരും നേതാക്കളും ചേർന്നുകൊണ്ട്. അപ്പോൾ പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയമാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്വാധീന കേന്ദ്രമായിട്ടുള്ള കണ്ണൂരിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃയോഗം തുടരുകയാണ്. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്ന് പ്രധാനമായും ചേരുന്നത്. പ്രധാനമായും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ കുഞ്ഞികൃഷ്ണനെതിരെ ഒരു നടപടിയൊക്കെ ഉണ്ടാവുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഈ രക്തസാക്ഷി ഫണ്ട് അടക്കം നേതാക്കൾ വെട്ടിച്ചെന്ന ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി നേതാക്കന്മാരും വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ കമ്മിറ്റി ചേരുന്ന സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം വന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് MV ജയരാജന്റെ തന്നെയാണ്. അതായത് ഈ ആരോപണം എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നും അത്തരത്തിൽ പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആരോപണമാണ് നടത്തുന്നത് എന്നൊരു കാര്യം തന്നെയാണ് MV ജയരാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തെറ്റു തിരുത്തുകയാണ് വേണ്ടത്. അതായത് അന്വേഷണ കമ്മീഷന് മുന്നിൽ ഈ വിഷയം നേരത്തെ പരിഗണനയിൽ വന്നതാണ്, അത് അന്വേഷിക്കുകയും ചെയ്തതാണ്. പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വരുന്നത് വിഭാഗീയതയുടെ ഭാഗമായാണ് എന്നൊരു ആരോപണം തന്നെയാണ്. അത്തരത്തിൽ ന്യായീകരിക്കാനാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരൊക്കെ ശ്രമിക്കുന്നത്. ഇതേ തുടർന്ന് ഇത്തരത്തിൽ ചില നടപടികൾ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ കൈയിട്ട് വാരേണ്ട ഒരു സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ വലിയ രീതിയിൽ അവർ ബോധിപ്പിക്കേണ്ടി വരും. ഈ ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടെ പെരുമാറ്റച്ചട്ടങ്ങൾ കൊണ്ടുവരുന്ന അണികൾക്ക് അത്തരം നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യത്തിൽ കുടുക്കിൽ നിന്ന് മറ്റൊരു കുടുക്കിലേക്ക് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് CPM വരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും ഈ നേതൃയോഗത്തിലടക്കം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഗൗതം, ഓക്കെ. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ CPM നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത്. MLA-മാർ ഉൾപ്പെടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നാണ് CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വിമർശനം. ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ പിണറായി വിജയനും MV ഗോവിന്ദനും അന്തരിച്ച CPMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും നൽകിയിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന വലിയ വിമർശനമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയരുന്നത്. ഈ വിഷയം രൂപപ്പെടുന്നത് കണ്ണൂരിലാണ് എന്നതും CPM സംസ്ഥാന നേതൃത്വത്തെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കുകയാണ്. ദിഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.